വെൽക്കം ബാക്ക്. നിങ്ങൾ എല്ലാവരും എന്നെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഹായ്, ഐ ആം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഓൾ ദ പിങ്ക് ലവേഴ്സ്. യെസ്, എല്ലാവരും കൂടെ പോരട്ടെ. ബിക്കോസ് ഇന്ത്യ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണതാണ് മീഷോ നിന്ന് ഞാൻ മേടിച്ച ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കളർ കുർത്തീസ്. ആക്ച്വലി ഇന്റൻഷനലി ഹോൾ വീഡിന് വേണ്ടിയിട്ടല്ല ഗൈസ് ഞാൻ മേടിച്ചത്, അൺഇൻറ്റൻഷനലി ഓർക്കാപ്പുറത്ത് ഞാൻ മേടിച്ചു കുട്ടി. അതിനോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പർപ്പിൾ ലവർന്ന് ചാടിയിട്ടില്ല, ഇപ്പോഴും അതൊക്കെ തന്നെ. ബട്ട് ഞാനിപ്പോൾ ജനുവരി മുതൽ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയുടെ കൂടെ കുറേ അമ്പലങ്ങളിലും പോയി, കുറേ എന്താ പറയുക നമ്മുടെ ഇന്ത്യൻ ഹെറിറ്റേജ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ ഇടാനായിട്ട് എനിക്ക് എന്താ പറയുക, ഞാൻ ഔട്ട്ഫിറ്റ് തപ്പുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഗ്രേസ്ഫുൾ ആയിട്ട് തോന്നുന്നു. നല്ല കളക്ഷൻസ് ആണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾ ബോധക്കെട്ട് വീണോളും. ആൻഡ് അത്യാവശ്യം അഫോർഡബിൾ ആണ്, നിങ്ങൾ എന്നെ തല്ലിക്കൊള്ള പോലത്തെ പ്രൈസ് ഒന്നുമല്ല. അപ്പോൾ നേരെ വൈകിട്ട് നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, ഇനി വരാൻ പോണ ഫുൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരേ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നു. ഏതൊരു പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്? ഓണസ്റ്റ് ആയിട്ടുള്ള ആൻസർ കമന്റ് ഇപ്പം തന്നെ ചെയ്യൂ. ആൻഡ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്നോടും ചോദിക്കൂ. ഞാനാ യെസ്, മസ്കാര ഈസ് എ മസ്റ്റ് ഹാവ് ഫോർ മീ. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് വാഷബിൾ ആയിട്ടുള്ള മസ്കാര ആയിരുന്നു. പക്ഷെ അറിയാലോ, കുറച്ച് നനവ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സുന്ദരിന്ന് പാണ്ഡയായി മാറുന്നതാണ്. വാട്ടർ പ്രൂഫ് മസ്കാര അതും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെയിലി ബേസിസിൽ കുറച്ച് ഹെക്ടിക് ആണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വന്നിട്ട് അതിനെ റിമൂവ് ചെയ്യാൻ പെടുന്ന പാട്. ബട്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു മസ്കാര ഉണ്ട്, അതാണ് ട്യൂബിംഗ് മസ്കാര. ബൈ ദ ബൈ, ഞാൻ നിങ്ങൾക്ക് ഒരു സീക്രട്ട് കാണിച്ച അത് കഴിഞ്ഞാൽ യു കാൻ സ്റ്റേസ് കാം. സോ അതാണ് ഈ ഒരു സ്റ്റേസ് 9 to 9 ട്യൂബിംഗ് മസ്കാര. ആൻഡ് ഈ ഒരു മസ്കാരയുടെ എത്ര അടിപൊളി കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് അറ്റ് ദ പാക്കേജിംഗ്. എന്ത് രസം! നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയൂലേ, വാട്ടർ പ്രൂഫ് പോലത്തെ തന്നെ ആയിരിക്കും എഫക്റ്റ്. എത്ര മാത്രം വെള്ളം വരെ വേർക്കെ ഇതെങ്ങും പോവില്ല. അണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ കണ്ണും അത് അപ്ലൈ ചെയ്ത് നനയ്ക്കൂലേ, നനച്ചതിന് ശേഷം നമ്മൾ ഫിംഗർ വെച്ച് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ കോട്ടൺ പാഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ്, നമുക്ക് സുഖമായിട്ട് അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് പീൽ ഓഫ് മാസ്ക് നമ്മൾ എടുക്കില്ലേ, അതുപോലെ തന്നെ. ഡോണ്ട് വറി, ഞാനും ആദ്യം വളരെ സ്കെപ്റ്റിക്കൽ ആയിരുന്നു. എൻ്റെ ലാഷസ് പറഞ്ഞ് പോരണ്ടോന്നായിട്ട് ഞാൻ നന്നായിട്ട് ഫുൾ 2 കണ്ണിനെ പറിച്ച് ഞാൻ ഗൈസ് ഒരു എന്താ വെച്ചാൽ പാത്രത്തുമ്പോൾ വെച്ച് ശരിക്കും ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ഓരോ ലാഷ് പോലും പറഞ്ഞു വന്നിട്ടില്ല. കാരണം ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒട്ടും റിസ്ക് എടുക്കൂല. പോരാണ്ട് കണ്ണിൻ്റെയും കൂടെ കാര്യമാണ്. അപ്പോൾ ലാഷസ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, അതിനൊരു പ്രശ്നം വരരുത്. ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അത് സേഫ് ആയിട്ടിരിക്കണം, അതും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഫുൾ ഇതിനകത്ത് കവർ ആവണം. ഈസി ടു അപ്ലൈ ആണ്, ഒട്ടുമേ ക്ലംപി ആക്കൂല, അതാണ് ഏറ്റവും ഓരോരോ ലാഷ് നമ്മൾ നന്നായിട്ട് കോട്ടാവും, നല്ല വോളിയം ലെങ്ത്. ബൈ ദ ബൈ, ഇത് വാട്ടർ പ്രൂഫിൻ്റെ ഒപ്പം സ്മച്ച് പ്രൂഫ് ആണ്. നമ്മൾ ഇമോഷണലായി കരയെ അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ കണ്ണിട്ട് തിരുമുമല്ലോ, യെസ്, ആ ഒരു കേസിൽ ഇത് എങ്ങോട്ടും പോകില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. അതും എത്ര വരെ? 12 മണിക്കൂർ വരെ. ആൻഡ് ഈ ഒരു മസ്കാര നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ യു കാൻ സ്റ്റേ 15% ഓഫ് കിട്ടാനായിട്ട് മേഘ 2025 എന്നുള്ള കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കുക. staysbeauty.com ഇട്ടാ പോരാണ്ട് ഈ ഒരു മസ്കാര ആമസോൺ, പർപ്പിൾ, നൈക്ക അവിടെയും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഹാൾ വീഡിയോയിലോട്ട് കിടക്കാം. ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞു തന്നേക്കാം, ഞാൻ ഈ ഒരു ടോപ്പ്, ഈ ഒരു ട്യൂണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കുർത്തി, ഇത് മീഷോ നിന്നായിരുന്നു. ഇതിന് മുമ്പുള്ള ഹോൾ വീഡിയോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ആ വീഡിയോ പോയി ക്ലിക്ക് ചെയ്യാം. ഇതുപോലത്തെ വേറെ അത്യാവശ്യം ഷോർട്ട് കുർത്തീസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ആദ്യത്തെ ഐറ്റമിലോട്ട് കിടക്കാം. സോ ദ ഫസ്റ്റ് കുർത്തി ഈസ്, ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഉജ്ജയിൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടെ പോയപ്പോൾ ഇട്ടതായിരുന്നു തട്ടടാതെ ഈ ഒരു കുർത്തി. ഗോൾഡൻ വർക്ക്. ഇതെന്ത് പറ്റിപ്പോയി? ഇത്രയും കാലമായിട്ട് എൻ്റെ വിചാരം ഇത് മോളി ഈ ഡിസൈൻ ഗ്രീൻ കളറായിരുന്നാണ്, ഇന്നെന്നെ ഇത് ബ്ലാക്ക് ആയത്. അയ്യോ, എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമായിരുന്നാ? എൻ്റെ വിചാരമില്ല, ഇതിനകത്തുള്ള ഈ പ്രിന്റില്ലേ ഗ്രീൻ ആണെന്നാണ്. ഞാൻ ഉജ്ജയിൻ പോയപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഗ്രീൻ ലെഗിൻസ് ആണ് ഇട്ടിരുന്നത് ഗൈസ്. കഷ്ടം, ഇനി ബ്ലാക്ക് ഇടും ഞാൻ. ഓക്കെ, വാട്ട് എവർ. സംഭവം എന്തായാലും പൊളിയാട്ടെ. നിങ്ങൾ കുറേ പേര് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ യെസ്, ഇത് മീഷോ എന്നാ ഗൈസ്. എൻ്റെ ഒരു പ്രാവശ്യം ഞാൻ കഴുകിയിട്ട് സ്റ്റിൽ ഇതിൻ്റെ കളർ പോയിട്ടില്ല. ആൻഡ് സംഭവം അതുപോലെ തന്നെ ഇരിപ്പണ്ട്. ഇത് അത്യാവശ്യം അഫോർഡബിളും കൂടെയാണ്. ഇതിനകത്ത് ഗോട്ടപ്പട്ടി വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ കയ്യൻ്റെ ഇവിടെ, പക്ഷേ അത്രയ്ക്ക് എന്നെ ഇറിറ്റേറ്റ് ചെയ്തില്ല. ബിക്കോസ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത് ആലോചിക്കാനുള്ള നേരം കിട്ടിയില്ല. ആൻഡ് കോളർ ആയിട്ടുള്ളതാണ്. ആൻഡ് ഞാൻ മേക്ക് ഷുവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇനി പുറത്തെപ്പോൾ പോയാലും ഞാൻ ലോങ് സ്ലീവ് ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടേ പോകുള്ളൂ. അങ്ങനെ കണ്ടുപിടിച്ചെടുത്തതാണ്. പക്ഷെ ഇത് അത്രയ്ക്ക് ലോങ് സ്ലീവ് അല്ല, ഇത് 3/4 ആണ്. എന്നാൽ പോലും പോട്ടെ, കുറേയൊക്കെ രക്ഷപ്പെട്ട്. ആൻഡ് കോളർ ഞാൻ അതുകൊണ്ട് തന്നെ എടുത്തത് ഇവിടെ ടാനിങ് വരാണ്ടിരിക്കാനായിട്ട്. അതിൻ്റെ ലെങ്ത്ത് നോക്കിയേ, എന്തോ ഒരു ലെങ്ത്. മേ ബി എൻ്റെ ഹൈറ്റ് ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്കിത് എന്താ പറയുക, ആങ്കിൾ ലെങ്ത് ആയിട്ടല്ല വന്നത്. എനിക്കിത് കാഫിലാണ്. 4.1 സ്റ്റാർ റേറ്റിംഗ് കൊണ്ട്. ആൻഡ് റേറ്റ് അഫോർഡബിൾ ജസ്റ്റ് 250. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിനകത്ത് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള പീച്ചിഷ് പിങ്ക് കളറാണ്. ഇതാണ് സംഭവം.
ആൻഡ് ഇടുമ്പോൾ ആക്ച്വലി നല്ല ഭംഗിയുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഉണ്ട് ഫ്ലെയർ ഉണ്ട്, ഇത് തീരണില്ലല്ലോ കുന്തം. സോ യെസ്, ഫ്ലെയർ ഉണ്ട് ആൻഡ് അറ്റത്തും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ആക്ച്വലി എനിക്ക് മനസ്സിലായി ഇത് ഇച്ചിരി ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടാണ് ഇങ്ങനെ 2 വള്ളി വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടി ഫിറ്റിങ് ചെയ്യാം. ചിലതിനകത്ത് ഇവിടെ ഒരെണ്ണം ആർക്കാണ്ട് ഓക്കാനിക്കാനായിട്ട് വയ്ക്കും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് അതിനകത്ത് വയ്ക്കണത് ഓക്കെ, നമുക്ക് ശരി ഫ്രോക്ക് പോലെ പുറകെ പോയി കെട്ടാം. അതിൻ്റെ ഒപ്പം ഈ വാലും കൂടെ കൊടുക്കും, എന്നിട്ട് അത് കിടന്ന് പുറകെ തൂങ്ങുമ്പോൾ യുനോ ആന നടക്കണം പോലത്തെ ഫീൽ വരാം. അതിനകത്ത് ഫുൾ ഇങ്ങനെ സിൽവർ വർക്കാണ്, ജസ്റ്റ് പെർഫെക്റ്റ് ഫോർ ഈ ഒരു കളർ. നല്ല രസമുണ്ടല്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ലതാണ്, ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്. ചിലപ്പോൾ റേറ്റ് കണ്ടാൽ നിങ്ങൾ ഓടും. ഇതിനകത്ത് എൻ്റെ സൈസാണ് മീഡിയം. ബൈ ദ വേ ഇതിനകത്തും എൻ്റെ സൈസ് മീഡിയം ആണ്. 38 ഞാൻ അഹങ്കരിച്ചിട്ടില്ല. ആൻഡ് 4.2 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. സോ ഇതിൻ്റെ റേറ്റ് ആണ് 639. ഓടിക്കോ. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് മേടിച്ചതാണ്. ഇതിൻ്റെ ടാഗ് പോലും ഞാൻ പൊട്ടിച്ചിട്ടില്ല, കാരണം ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ് അതുകൊണ്ട്. സോ കാണാൻ നല്ല പൊളിയാണ്. യെസ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പീസാണ് ഇത്. ഈ ഒരു ജോർജറ്റിൻ്റെ ഈ ഒരു, മൈ ഗോഡ്, അമേസിങ്, ഒരു രക്ഷയില്ല, പൊളിയാണ് ഈ ഒരു കുർത്തിയിട്ട. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ ഇങ്ങനത്തെ വർക്ക് കണ്ട പൊളിയാണല്ലേ, കാണാൻ എന്ത് രസമാണ് നോക്ക്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ഹോട്ട് പിങ്ക് ഉണ്ടാവില്ല, ആ ഒരു കളറാണ്. ഫുൾ സ്ലീവ് ആയിട്ടുള്ള, അഗൈൻ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഫുൾ സ്ലീവ് ആയിട്ടുള്ളത് ഒരെണ്ണം വേണമായിരുന്നു. സോ ഫുൾ സ്ലീവ് മേടിക്കുമ്പോൾ ഓക്കെ ഇത് ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യാം ഒന്നും കൂടെ ഒപ്പാക്ക് ആയിട്ടുള്ളതായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്തത് കേട്ടോ. ഇത് 3/4 ആണ് എന്നിട്ടും ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഫുൾ സ്ലീവ് ആൻഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. മേടിച്ച സൈസ് മീഡിയം ആണ്, പക്ഷെ എന്നിട്ടും എനിക്ക് ലൂസാണ്. അതുകൊണ്ട് ഞാൻ ആലോചിക്കുക ഇനി സ്മോൾ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കണോ വേണ്ടോ എന്നാണ് ഇപ്പം ഞാൻ ഡൗട്ടിൽ നിൽക്കണത് കേട്ടോ. കാരണം ഇത് ഒരുമാതിരി എങ്ങനെയെന്ന് അറിയാമോ, മീഡിയം അര, നിശ മനസ്സിലായ, മീഡിയം അര, സ്മോൾ അര ഉണ്ടാവില്ല, അതുപോലെ മീഡിയം അര, അങ്ങനെ ലാർജും അല്ല മീഡിയം അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് ഇരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇതിന് ഫിറ്റിംഗ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതർവൈസ് ഇത് സാധനം നല്ല പൊളിയാണ് ഗൈസ്. ഞാൻ സ്മോൾ മേടിച്ച് പണി കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ചിലത് സ്മോൾ മേടിച്ചിട്ട് വീണ്ടും അതിനെയും കൂടെ റിട്ടേൺ ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ സ്മോൾ മേടിച്ചിട്ട് ഞാൻ എൻ്റെ ഡയറ്റിങ്ങിന് ഒന്നും കൂടെ സീരിയസ്ലി എടുത്തിട്ട് ഈ ഒരു ആ സൈസ് വരെ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ വള്ളിയുടെ ആ ഒരു ഭംഗിയൊക്കെ വരണമെങ്കിൽ തന്നെ ഇതിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് കിടന്നാലേ ഭംഗിയുള്ളൂ. ലൂസായ ഫുൾ കോളാവും ഗൈസ്, അതർവൈസ് ഇത് എന്ത് ഭംഗിയാണ് നോക്ക്. ആക്ച്വലി ഇതിനകത്ത് പലാസോ, വൈറ്റ് പലാസോൻ്റെ കൂടെയാണ് കേട്ടോ പെയർ ചെയ്തേക്കണം. അതുപോലെ തന്നെ ഞാൻ ക്യാരി ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കുറച്ച് വീതി കുറവാണ്, എൻ്റെ ഇച്ചിരി വീതി കൂടുതൽ. അത് വേറെ കളേഴ്സ് ഉണ്ട് ബൈ ദ വേ, പക്ഷെ എനിക്കിത് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നി. ആൻഡ് ഇത് 800 പേര് മേടിച്ചിട്ടുണ്ട്, 4.3 റേറ്റിംഗ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ റേറ്റ് ആണ് 750. ഓക്കെ, അപ്പോൾ അനാർക്കലി സെഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി അങ്ങോട്ടേക്ക് സ്ലിറ്റ് ആയിട്ടുള്ള കുർത്തീസ് ആണ് കേട്ടോ. അപ്പോൾ പണി കിട്ടിയതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ ഒരു പിങ്ക് കളറിൻ്റെ ആൻഡ് ഈ ഒരു വൈറ്റ് കളറിൻ്റെ ലേസ് വർക്കായിട്ടുള്ള ഈ ഒരു സ്ലിറ്റ് കുർത്തിയിട്ട ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഗൈസ്? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഇല്ല, ഒന്നും മനസ്സിലാവണില്ല. ദേ ഇവിടെ ഇല്ലേ, ഇവിടെ ഫുൾ ഇപ്പുറം മൂലി ഫുൾ വർക്കാണ് ഗൈസ്. ബട്ട് ഇപ്പുറത്ത് അത് ടൈലർ വയ്ക്കാൻ മറന്നുപോയി. ഇതെന്തെന്നാണ് കൊലാവരി, ഇതെന്തെന്നാണ്? അതുകൊണ്ട് ഞാൻ ഇത് കണ്ട റിട്ടേൺ ചെയ്യാനായിട്ട് ഇങ്ങനെ വെച്ചേക്കാം. താങ്ക് ഗോഡ്. സാധാരണ ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുമ്പോൾ ടാഗ് അങ്ങോട്ട് പൊട്ടിച്ച് പൊട്ടത്തരം കാണിക്കും. എന്തൊരു അഹങ്കാരം എനിക്ക്. ഇതെന്തായാലും എനിക്ക് കറക്റ്റായിട്ട് വരും. പക്ഷേ ഈ പണി കിട്ടാണ്ടിരിക്കാൻ ഗൈസ്, നിങ്ങൾ അങ്ങനത്തെ പണി കാട്ടരുത്. ഇവിടെ തയ്യൽ അഴിച്ചതുകൊണ്ട് ഗ്യാപ്പ് വന്നേക്കണം. മെറ്റീരിയൽ റയോൺ ആണ്. ആൻഡ് ഇതും ആക്ച്വലി 400 പേര് മേടിച്ചിട്ടുണ്ട് കേട്ടോ. 4.1 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ റേറ്റ് ആണ് 473. ഈ ഒരു കുർത്തി ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. വെച്ചാൽ കാഷ്വലി ഇട്ട്, അങ്ങനെ വലിയ കാര്യത്തിനല്ല, പക്ഷെ കാഷ്വലി ഞാൻ ഇത് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ബിക്കോസ് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. അതാണ് ഈ ഒരു ഡസ്റ്റി റോസ് കളറിൻ്റെ ഈ ഒരു കുർത്തി ഇട്ടാൽ നോക്കിയേ, വളരെ തൂവൽ. ബിക്കോസ് ഇത് ക്രെപ്പ് മെറ്റീരിയലിൻ്റെ ആണ്. ഓ മൈ ഗോഡ്, ഒട്ടും ചൂടെടുക്കില്ല. വളരെ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ വളരെ കംഫർട്ടബിൾ. ഇങ്ങനെ പാറി പറന്ന് കിടക്കും. ഇത് എന്താ സംബന്ധിച്ച് അനാർക്കലി ആയി സ്ലിറ്റിൽ പെട്ടുപോയി. അതുപോലത്തെ എന്ന് പറഞ്ഞാൽ ഫ്ലെയർ ഉള്ള സ്ലിറ്റ് കുർത്തിയാണ് കേട്ടോ. മനസ്സിലായ? ലൈൻ കുർത്തി ഉണ്ടാവില്ലേ? യെസ്, അതാണ്. ആൻഡ് ഇങ്ങനത്തെ നല്ല സിമ്പിൾ ഹമ്പിളാണ്, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ എന്താ പറയുക, ഇതുപോലത്തെ നമ്മൾ മൈലാഞ്ചിമ എപ്പോഴും ഇടാനുള്ള ഈ ഒരു ഡിസൈൻ ഇല്ലേ? സോ യെസ്, അതിൻ്റെ ആ ഒരു പാറ്റേണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ കുർത്തിയാണ്. റെഗുലർ ബേസിസിൽ ഇടാനായി നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ ഇടാനായിട്ടൊക്കെ നല്ലതാണ്. കാരണം എത്ര കഴുകാൻ കുന്നും ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ബെസ്റ്റ് പാർട്ട് ജസ്റ്റ് ഒന്ന് തേക്കണം, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ റേറ്റ് ആണ് 252. കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്ട് വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറേ കമൻറ്റ്സ് വന്നിരുന്നു ഈ ഒരു കളർ ഇട്ട. സോ ഇതൊരു പീച്ചിഷ് പിങ്ക്
ഒരു ലൈറ്റ് റോസ് ആ ഒരു കളറാണ് കേട്ടോ. പീച്ച് തന്നെ പറയാം, റോസിൽ പെടുത്താൻ നോക്കണ്ട മോള് പതുക്കെ. ഓക്കെ, ഇതിനകത്ത് ഗ്രീൻ കളർ ഉണ്ട് ഗൈസ്. ഗ്രീൻ കളർ ലെഗിൻസിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരുന്നു. വളരെ കംഫർട്ടബിൾ ആ സംഭവം. നല്ല ഒരു കോട്ടൺ, ഖാദി കോട്ടൺ ഉണ്ടാവില്ല, ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പക്ഷേ സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെ പോലെ അഹങ്കരിക്കരുത്. ആ സമയത്ത് എനിക്ക് ഒരു സ്മോൾ സൈസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു യുനോ ഇപ്പോഴത്തെ ഈ ഒരു വെട്ടി വിഴുങ്ങൽ അവസ്ഥ അല്ലായിരുന്നു അന്ന്. അതുകൊണ്ട് കറക്റ്റായിട്ട് വന്ന് പോരാണ്ട് അന്ന് പുത്തൻ ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഇത് കഴുകിയത് കോട്ടൺ അല്ലേ, അപ്പോൾ ചുരുങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇടാൻ പോയി കഴിഞ്ഞാൽ ദിവടനേ കയറാൻ പോകണില്ല. ഗ്രീൻ കളറിൻ്റെ ലെഗിൻസ് ഓക്കെ, പക്ഷേ ഈ ഒരു വൈറ്റ് കളറിൻ്റെ പലാസോ അങ്ങനെയൊക്കെ ഇടാണെങ്കിലും നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ ഗൈസ് നിങ്ങളില്ലേ വൈറ്റ് കളറിൻ്റെ ഇല്ലേ ഓവർ സൈസ് ആയിട്ടുള്ള ഇങ്ങനെ ലൂസ് ഹൈ വേസ്റ്റഡ് ജീൻസിൻ്റെ കൂടെ പോളി ആക്ച്വലി എൻ്റെ അടുത്തുണ്ട്. നൈസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റും വളരെ കുറവാണ്, ജസ്റ്റ് 230 രൂപ. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്തത് മീഡിയം ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നണു യൂണിവേഴ്സ് തന്നെ ആഗ്രഹിക്കുകയാണെന്ന് തോന്നുന്നു ഞാൻ ഡയറ്റിങ് ചെയ്ത് ഈ ഒരു ടോപ്പിൻ്റെ അകത്ത് വരണം. ഇത് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ. പക്ഷെ എനിക്ക് ഇത് ഇടാൻ പറ്റണില്ല ഗൈസ്. ഇത് ഞാൻ ഓർഡർ ചെയ്തത് മീഡിയമാണ്, പക്ഷേ സ്മോൾ. ഇത് ആക്ച്വലി എക്സ്ചേഞ്ച് ചെയ്ത് ഞാൻ റെഡി ആവും. പക്ഷേ എക്സ്ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് വീഡിയോ ലേറ്റ് ആവുമെന്ന് വിചാരിച്ച് വേഗം ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയതായിട്ട്. ബട്ട് ലുക്ക് അറ്റ് ദിസ്, സോ നൈസ്. ചണ്ടേരി സിൽക്കാണ് കേട്ടോ, ഇത് കോട്ടൺ സിൽക്ക് അല്ല. പക്ഷെ എന്തായാലും കാണാൻ നല്ല ക്യൂട്ടാണ്. റേറ്റ് ആണ് 511. വീഡിയോ. അപ്പോൾ വീഡിയോ കാണിച്ച എല്ലാം കുർത്തീസിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ടൈം ഏത് ഹോൾ വീഡിയോ ചെയ്യണം, മീഷോ എന്ന് തന്നെയാണെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് ആയാലും ഏത് കാറ്റഗറി ആയിട്ടുള്ള ഹോൾ വീഡിയോ ചെയ്യണം അത് പറയാം. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നതനുസരിച്ചായിട്ടുള്ള ഹോൾ വീഡിയോ ഞാൻ വേഗം തന്നെ വരുന്നതാണ്. കാരണം ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് എപ്പോൾ വരാനാണ് ആൻഡ് അപ്പോൾ വരുമ്പോഴും നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വ്ളോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മാക്സ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയപ്പെട്ട പേരാണ് ദിവ്യ. താങ്ക് യു സോ മച്ച് ദിവ്യ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എന്നെ വരാൻ പോണ വീഡിയോ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ എൻ്റെ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെപ്പോട്ട് കമൻറ്റ് ചെയ്യുക. മേഘ പർപ്പിൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ സ്വന്തം ഫുൾ പേര് എഴുതാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേഗം തന്നെ കാണിച്ചു ചേക്കാൻ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.